ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചക്കപ്പുഴുക്ക് റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര കൊതിയായിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ പോയി കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ചക്കപ്പുഴുക്കാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചക്കപ്പുഴുക്ക് കപ്പപ്പുഴുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചക്കപ്പുഴുക്കാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളൊരു കുക്കറിലായിരുന്നു ഈ ചക്ക വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു മധുരിപ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പച്ചച്ചക്ക തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. 2 വിസിൽ കേൾക്കുന്ന വരെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിസിൽ കളഞ്ഞൊന്നും എടുത്തില്ല. വിസിലൊക്കെ നന്നായിട്ട് പോയതിന് ശേഷമാണ് നമ്മൾ കുക്കറിൻ്റെ മൂടി തുറന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഇവിടെ ഒന്നും അങ്ങനെ ചക്കയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പം ചക്ക മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, മരങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾക്കില്ല വീട്ടിൽ. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ കസിൻസിൻ്റെ വീട്ടിൽ നിന്നൊക്കെയാണ് കേട്ടോ നമുക്ക് ചക്കയും മാങ്ങയൊക്കെ കിട്ടുന്നത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും അതിന് ശേഷം അത് നടപ്പത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ അരപ്പ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അരപ്പിലേക്ക് നമ്മൾ ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എരിവ് കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടും എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി അത്യാവശ്യം വലിയ അല്ലിയായിരുന്നു, അതുകൊണ്ടാണ് 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചാണ് കേട്ടോ എടുത്തത്. ഭയങ്കരമായിട്ട് അരഞ്ഞു പോകരുത്, ആ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ നമുക്കതൊന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു അരപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കത് അരച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ ചക്കയൊക്കെ വിസിലൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ചക്ക ഭയങ്കരമായിട്ട് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ഉടച്ച്, നമ്മൾ കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉടച്ചെടുക്കത്തില്ലയോ, അതുപോലെ നന്നായിട്ട് ചക്കയൊക്കെ ഉടച്ചെടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. നമ്മളിതിലേക്ക് നമ്മളുടെ ആ ഒരു അരപ്പും കുറച്ച് വെള്ളവും കൂടി നമ്മൾ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അരപ്പെടുത്ത ആ ജാറ് തന്നെ ഒന്ന് കഴുകി അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മിനിറ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളിതിലേക്കുള്ള താളിപ്പും കൂടി ശരിയാക്കിയാണ്ട് കണ്ടു. ഇത്രയും വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ച് എടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റോളം അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളുടെ താളിപ്പിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ നമ്മളിത് കുക്കറിൽ വെച്ച് തന്നെയാണ് ഇത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മളൊരു ചെറിയ ഉരുളി എടുത്തിട്ട് അതിലാണ് താളിപ്പ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്കും കുറച്ച് കടുക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്ന ടൈമിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വറ്റൽമുളകിന് നിങ്ങളെല്ലാവരും എല്ലാ നാട്ടിലും എങ്ങനെയാണ് പറയുന്നത് എന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ഉണക്കമുളക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വറ്റൽമുളക് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം അതുകൂടി ഒരു 2 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് വറ്റൽമുളക്. അതും ഒന്ന് 2 ആക്കിയിട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നപ്പോഴത്തേക്കും ചെറിയുള്ളിയും അതുപോലെ തന്നെ ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ടിട്ട് അതുകൂടി ഒന്ന് ചെറുതായിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അതൊന്ന് കുറച്ച് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കും, ഭയങ്കരമായിട്ട് മുരിച്ചിട്ടില്ല, അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്ന ടൈമിലേക്ക് നമ്മളുടെ കുക്കറിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചക്കപ്പുഴുക്കിൻ്റെ മിക്സ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയിൽ വെച്ച് കുറച്ച് എണ്ണ കൂടി ഒഴിക്കുന്നുണ്ടായിരുന്നു. ഇത്തിരി എണ്ണയും കൂടി വേണമെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മിക്സ് അതിലേക്ക്, ചക്കപ്പുഴുക്കിൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു കയ്യിൽ ഇത്തിരി എടുത്തിട്ടായിരുന്നു മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്നതും കൂടി നിന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഓൾറെഡി നമ്മളുടെ ഇതൊക്കെ വെന്തൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്കധികം നേരമൊന്നും ഇത് ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്ന ആ ഒരു ടൈം മാത്രം മതി. നന്നായിട്ട് എല്ലായിടത്തും വരുന്ന രീതിയിലൊന്ന് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ച് ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ അന്ന് തന്നെ ഇത് ആയതിന് ശേഷം അപ്പോൾ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പം വേറെ കൂടെ ചമ്മന്തിയോ അല്ലെങ്കിൽ മീൻചാറോ ചിക്കനോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഇത് മാത്രമായിട്ടാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചക്കപ്പുഴുക്ക്.
എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഈസിയാണ്, അധികം ടൈമൊന്നും വേണ്ട, ചക്ക പൊളിച്ചെടുക്കാനുള്ള ആ ഒരു ടൈം മാത്രം മതി. അത് മാത്രമായിരുന്നു എനിക്ക് കുറച്ച് പാടായിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഈസി ആയിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ചക്ക പൊളിച്ചെടുക്കാൻ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെട്ടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് കുറച്ച് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പണിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.